ഖുർആൻ പറഞ്ഞ കഥകൾ 144 ഭാഗം. സുലൈമാൻ നബി അലൈഹിസ്സലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല ദാവൂദ് നബിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തതായി നാം മനസ്സിലാക്കുകയുണ്ടായി. ആ അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം അദ്ദേഹത്തിന്റെ പുത്രൻ സുലൈമാൻ നബി അലൈഹിസ്സലാമായിരുന്നു. സൂറത്ത് സ്വാദ് 30-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വവഹബ്നാ ലി ദാവൂദ സുലൈമാന നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ദാവൂദിന് നാം സുലൈമാനെ സമ്മാനമായി നൽകി. എത്ര നല്ല ദാസൻ, എത്ര നല്ല അടിമ. തീർച്ചയായും അദ്ദേഹം പശ്ചാത്തപിച്ച് മടങ്ങുന്നവനാണ്. സൂറത്തു നംല് 16-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വവരിസ സുലൈമാനു ദാവൂദ. സുലൈമാൻ ദാവൂദിന്റെ അനന്തരാവകാശിയായി, അഥവാ സുലൈമാൻ നബി അലൈഹിസ്സലാം ദാവൂദ് നബി അലൈഹിസ്സലാമിനെ അനന്തരമെടുത്തു. ഇവിടെ അനന്തരാവകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പത്തിലോ സൗകര്യങ്ങളിലോ സാധന സാമഗ്രികളിലോ ഉള്ള അനന്തരാവകാശമല്ല, മറിച്ച് പ്രവാചകത്വത്തിലും ഖിലാഫത്തിലും വിജ്ഞാനത്തിലുമൊക്കെയുള്ള പിന്തുടർച്ചയാണ്. വരിസ സുലൈമാനു ദാവൂദ്. സുലൈമാൻ ദാവൂദിന്റെ അനന്തരാവകാശിയായി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അതാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ഏറ്റവും ചെറിയ പുത്രനായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹിബ്രു ഭാഷയിൽ അദ്ദേഹത്തിന്റെ പേര് സോളമൻ അല്ലെങ്കിൽ സോലോമോൻ എന്നാണ്. BC 965 മുതൽ ഏതാണ്ട് 40 വർഷം, BC 926 വരെയാണ് അദ്ദേഹം ഭരണം നടത്തിയിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം അന്ന് ഭരിച്ചിരുന്ന പ്രദേശങ്ങൾ ഇന്ന് ഫിലസ്തീൻ, കിഴക്കൻ ജോർദാൻ, സിറിയയുടെ ഒരു ഭാഗം തുടങ്ങിയ വലിയ ഒരു പ്രദേശമായിരുന്നു ഭരണം നടത്തിയിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷികളുടെയും പ്രാണികളുടെയും സംസാരം മനസ്സിലാക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. മനുഷ്യരും ജിന്നുകളും മറ്റു കുറെ ജീവജാലങ്ങളും അടങ്ങിയതാണ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രജകൾ, അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന ആളുകൾ എന്നൊക്കെ നമുക്ക് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ ജിന്നുകളും പക്ഷികളും ഒക്കെ ഉണ്ടായിരുന്നു എന്നും പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ദാവൂദ് നബി അലൈഹിസ്സലാമിനെ പോലെ തന്നെ അധികാരമുള്ള പ്രവാചകനായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സൂറത്തു സ്വാദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 35-ാമത്തെ ആയത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഖാല റബ്ബി ഗ്ഫിർ ലീ വഹബ് ലീ മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹാബ്. അദ്ദേഹം പ്രാർത്ഥിച്ചു, നാഥ, എനിക്ക് നീ പൊറുത്തു തരേണമേ, എനിക്ക് ശേഷം മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്ത, മറ്റാർക്കും തരപ്പെടാത്ത രാജാധിപത്യം എനിക്ക് നീ നൽകണമേ. നീ തന്നെയാണ് എല്ലാം നൽകുന്നവൻ, തീർച്ച. അപ്പോൾ തനിക്ക് ശേഷം മറ്റാർക്കും കിട്ടാത്ത സവിശേഷമായ ഒരു അധികാരം നീ എനിക്ക് നൽകണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു എന്നാണ് ഇവിടെ അല്ലാഹു പറയുന്നത്. തൊട്ടടുത്ത ആയത്തിൽ 36-ാമത്തെ ആയത്തിൽ, സൂറത്തു സാദ് 36-ാമത്തെ ആയത്തിൽ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ച്
ഫസഖർനാ ലഹു റീഹ തജ്രി ബിഅംരിഹി റുഖാഅൻ ഹൈസു അസാബ്. ആ പ്രാർത്ഥന സ്വീകരിച്ച് അല്ലാഹു അദ്ദേഹത്തിന് നൽകിയ അധികാരത്തിന്റെ വിശാലത അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. അപ്പോൾ നാം അദ്ദേഹത്തിന് കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. ഫസഖർനാ ലഹു റീഹ തജ്രി ബിഅംരിഹി റുഖാഅൻ ഹൈസു അസാബ്. അദ്ദേഹം ഉദ്ദേശിക്കുന്നിടത്തേക്ക് തന്റെ കൽപ്പന പ്രകാരം അത് സൗമ്യമായി വീശിയിരുന്നു. അപ്പോൾ കാറ്റിനെ താൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള പ്രത്യേക അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിന് നൽകിയിരുന്നു. അന്നത്തെ കാലത്ത് കപ്പലുകൾ സഞ്ചരിച്ചിരുന്നത് കാറ്റിന്റെ ദിശ അനുസരിച്ചായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ആ കാറ്റിന്റെ ദിശ നിർണയിക്കുവാനുള്ള അധികാരം അല്ലാഹു സുലൈമാൻ നബിക്ക് നൽകിയിരുന്നു. എങ്ങോട്ടാണ് കാറ്റ് ചലിക്കേണ്ടത് എന്ന് തീരുമാനിക്കുവാനും അതനുസരിച്ച് കാറ്റിനെ ചലിപ്പിക്കുവാനുമുള്ള കഴിവ്, അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിന് നൽകിയിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല വശയാത്തീന കുല്ല ബന്നാഇൻ വഗവ്വാസ്, ചെകുത്താന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. അവരിൽ തന്നെ പെട്ട ബന്നാ, കെട്ടിട നിർമ്മാണം പരിശീലിച്ച അല്ലെങ്കിൽ കെട്ടിടമുണ്ടാക്കാൻ കഴിയുന്നവർ, വഗവ്വാസ്, മുങ്ങൽ വിദഗ്ധർ, ഇങ്ങനെ ചെകുത്താന്മാരിൽപ്പെട്ട കെട്ടിട നിർമ്മാണക്കാരും മുങ്ങൽ വിദഗ്ധന്മാരും അടങ്ങുന്ന വലിയ ഒരു പടയാളി സംഘം തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സൈന്യത്തിലുണ്ടായിരുന്നു, കീഴിലുണ്ടായിരുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. സൂറത്തു സ്വാദിൽ അല്ലാഹു പറയുന്നു, വആഖരീന മുഖർറനീന ഫിൽ അസ്ഫാദ് ഹാദാ അതാഉനാ ഫംനുൻ ഔ അംസിക് ബിഗൈരി ഹിസാബ് വഇന്ന ലഹു ഇൻദനാ ലസുൽഫാ വഹുസ്ന മആബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വആഖരീന മുഖർറനീന ഫിൽ അസ്ഫാദ്, ചങ്ങലകളിട്ട് പൂട്ടിയ മറ്റു ചിലരെയും നാം അധീനപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഹാദാ അതാഉന, ഇത് നമ്മുടെ സമ്മാനമാണ്. ഫംനുൻ ഔ അംസിക് ബിഗൈരി ഹിസാബ്, അതിനാൽ നിനക്ക് അവരോട് ഔദാര്യം കാണിക്കാം, അല്ലെങ്കിൽ അവരെ പിടിച്ചു വെക്കാം. അതിനെക്കുറിച്ച് ആരും ഒരക്ഷരം ചോദിക്കുകയില്ല. വഇന്ന ലഹു ഇൻദനാ ലസുൽഫാ വഹുസ്ന മആബ്, തീർച്ചയായും അദ്ദേഹത്തിന് നമ്മുടെ അടുത്ത് ഉറ്റ സാമീപ്യമുണ്ട്, മെച്ചപ്പെട്ട പര്യവസാനവുമുണ്ട്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സ്വാദിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് നൽകിയ ഔദാര്യത്തെക്കുറിച്ച്, അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നത്. കാറ്റിനെക്കുറിച്ച്, കാറ്റ് അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന കാര്യം സൂറത്തുൽ അംബിയായിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വലി സുലൈമാന റീഹ ആസിഫതൻ തജ്രി ബിഅംരിഹി ഇലൽ അർളില്ലതി ബാറക്നാ ഫീഹാ വകുന്നാ ബികുല്ലി ഷൈഇൻ ആലിമീൻ. സുലൈമാന് നാം ആഞ്ഞു വീശുന്ന കാറ്റിനെയും അധീനപ്പെടുത്തി കൊടുത്തു. നേരത്തെ സൗമ്യമായി വീശുന്ന കാറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്, സൂറത്തു സ്വാദിൽ പറഞ്ഞത്. ഇവിടെ ആഞ്ഞു വീശുന്ന കാറ്റിനെയും നാം സുലൈമാനെ അധീനപ്പെടുത്തി കൊടുത്തു. തജ്രി ബിഅംരിഹി ഇലൽ അർളില്ലതി ബാറക്നാ ഫീഹാ, നാം അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ച നാട്ടിലേക്ക് അത് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. എല്ലാ കാര്യത്തെപ്പറ്റിയും നന്നായി അറിയുന്നവനാണ് നാം. വകുന്നാ ബികുല്ലി ഷൈഇൻ ആലിമീൻ. ഇത് സഞ്ചാരത്തെക്കുറിച്ച്, കാറ്റിന്റെ ഗതിവിഗതികൾ അനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലിനെ കുറിച്ചോ വാഹനങ്ങളെക്കുറിച്ചോ ആയിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ കാറ്റിനെ സുലൈമാൻ നബിക്ക് അധീനപ്പെടുത്തി കൊടുത്തു. ജിന്നുകളും പിശാചുക്കളും സുലൈമാൻ നബിയുടെ കീഴിൽ പണിയെടുത്തിരുന്നു. ലോഹങ്ങൾ അദ്ദേഹത്തിന് അധീനപ്പെടുത്തി കൊടുത്തു. മാത്രമല്ല, പക്ഷികളുടെ ഭാഷയും സുലൈമാൻ നബിക്ക് അറിയുമായിരുന്നു. ഉറുമ്പുകളുടെ സംസാരവും മനസ്സിലാക്കാനുള്ള കഴിവ്
സുലൈമാൻ നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്നു. വവരിസ സുലൈമാനു ദാവൂദ് വഖാല യാ അയ്യുഹന്നാസ് ഉല്ലിംനാ മൻതിഖത് ത്വയ്ർ. സുലൈമാൻ നബി ദാവൂദിന്റെ അനന്തരാവകാശിയായി അദ്ദേഹം പറഞ്ഞു, ജനങ്ങളെ, ഉല്ലിംനാ മൻതിഖത് ത്വയ്ർ, പക്ഷികളുടെ ഭാഷ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു, പക്ഷികളുടെ ഭാഷ നമുക്കറിയാം. വഊതീനാ മിൻ കുല്ലി ശൈ, നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നു. ഇന്ന ഹാദാ ലഹുവൽ ഫളുൽ മുബീൻ, തീർച്ചയായും ഇതാണ് വ്യക്തമായ അല്ലാഹുവിന്റെ ഔദാര്യം, അനുഗ്രഹം എന്ന് സുലൈമാൻ നബി ജനങ്ങളെ വിളിച്ച് പറയുകയാണ്. സൂറത്തുൻ നംൽ തുടർന്ന് അല്ലാഹു പറയുന്നു 17-ാമത്തെ ആയത്ത്, വഹുശിറ ലിസുലൈമാന ജുനൂദുഹു മിനൽ ജിന്നി വൽ ഇൻസി വത്വയ്ർ ഫഹും യൂസഊൻ. സുലൈമാനു വേണ്ടി മനുഷ്യരിലെയും ജിന്നുകളിലെയും പക്ഷികളിലെയും സൈന്യത്തെ സംഘടിപ്പിച്ചു, എന്നിട്ട് അവയെ യഥാവിധി ക്രമീകരിച്ചു. ജിന്ന്, ത്വയ്ർ, ഇൻസ്, 3 വിഭാഗത്തെ അല്ലാഹു പ്രത്യേകം പേരെടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ജിന്ന്, ത്വയ്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ജിന്നുകളോ പക്ഷികളോ ഒന്നുമല്ല, മനുഷ്യരിൽ തന്നെ വ്യത്യസ്ത ജോലികൾ എടുക്കുന്ന വിഭാഗത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ കാണാവുന്നതാണ്. പക്ഷെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 വിഭാഗങ്ങളെ തന്നെ വേർതിരിച്ച് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. ജുനൂദുഹു മിനൽ ജിന്നി വൽ ഇൻസി വത്വയ്ർ, ജിന്നുകളിലെയും മനുഷ്യരിലെയും പക്ഷികളിലെയും പെട്ട സൈന്യം എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. അപ്പൊ മനുഷ്യരിൽ തന്നെ പെട്ടവരാണ് ഇവയെങ്കിൽ ഇങ്ങനെ പറയേണ്ടതില്ല. അതൊക്കെ കേവല വ്യാഖ്യാനങ്ങളായി നമുക്ക് തള്ളിക്കളയാവുന്ന വ്യാഖ്യാനങ്ങളാണ്. ഇവിടെ ജിന്നുകളിൽപ്പെട്ട, മനുഷ്യരിൽപ്പെട്ട, പക്ഷികളിൽപ്പെട്ട സൈന്യങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ സൂറത്തുൻ നംലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെയും വിശദീകരിക്കുന്നു, ഹത്താ ഇദാ അതൗ അലാ വാദിൻ നംൽ, അങ്ങനെ അവരെല്ലാം, ഈ സൈന്യമെല്ലാം അണിനിരത്തി അദ്ദേഹം സൈന്യവുമായി മുന്നോട്ട് ഗമിക്കുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ, അങ്ങനെ അവരെല്ലാവരും ഉറുമ്പുകളുടെ താഴ്വരയിലെത്തി. ഹത്താ ഇദാ അതൗ അലാ വാദിൻ നംൽ ഖാലത്ത് നംലത്തുൻ, അപ്പോൾ ഒരു ഉറുമ്പ് പറഞ്ഞു, അല്ലെങ്കിൽ ഉറുമ്പുകളുടെ കൂട്ടത്തിലെ നേതാവായ പെണ്ണുറുമ്പ് പറഞ്ഞു, യാ അയ്യുഹൻ നംൽ, ഏ ഉറുമ്പുകളെ, ഉദ്ഖുലൂ മസാകിനകും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ, സുലൈമാനും സൈന്യവും ഇതാ വരുന്നു, അവരറിയാതെ നിങ്ങളെ ചവിട്ടി തേച്ച് കളയാതിരിക്കാൻ നിങ്ങളെല്ലാവരും വീടുകളിലേക്ക് കയറിയിരിക്കുക എന്ന് ഈ ഉറുമ്പുകളുടെ നേതാവായ പെണ്ണുറുമ്പ് അവരെ വിളിച്ചു പറഞ്ഞു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പഠിപ്പിച്ചിരിക്കുന്നത്. ഉറുമ്പുകളുടെ കോളനി അതൊരു പ്രത്യേക പഠന വിഷയമാണ്. അവിടെ അവർ ചെയ്യുന്ന ജോലികൾ, അവരുടെ നേതാവ്, പെണ്ണുറുമ്പിന്റെ സ്ഥാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായ പഠനമർഹിക്കുന്ന കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. എന്തായിരുന്നാലും ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ സൈന്യവും ഉറുമ്പ് കോളനിയിലേക്ക് വരുന്നത് കണ്ടപ്പോൾ അവരുടെ നേതാവായ പെണ്ണുറുമ്പ് അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും വീട്ടിലേക്ക് കയറി നിങ്ങളുടെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് കയറിക്കോളൂ, ഇല്ലെങ്കിൽ ഈ വരുന്ന സൈന്യം അവരറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. ബോധപൂർവം സുലൈമാനും സംഘവും ഉറുമ്പുകളെ നശിപ്പിക്കും എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ, അവരറിയാതെ നിങ്ങളെ ചവിട്ടിത്തേക്കാൻ സാധ്യതയുണ്ട്. ആ ഉറുമ്പ് ആസന്നമായ വിപത്തിനെക്കുറിച്ച് സഹജീവികൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. നിങ്ങൾ നിങ്ങളുടെ മാളങ്ങളിലേക്ക് കയറി ഒളിച്ചുകൊള്ളൂ എന്നവരോട് നിർദ്ദേശിക്കുകയാണ്. സ്വാഭാവികമായും ഇവിടെ വരുന്ന ചോദ്യം, എങ്ങനെയാണ് ഈ ഉറുമ്പിന്റെ സംസാരം സുലൈമാൻ നബി കേട്ടത്?
ഉറുമ്പുകൾ സംസാരിക്കുമോ? അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന വിഭാഗമാണോ ഉറുമ്പുകൾ? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നൽകിയ കഴിവാണ് ഈ ഉറുമ്പുകളുടെ സംസാരം ശ്രവിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് മറ്റു മനുഷ്യർക്ക് സാധിക്കുന്ന അല്ലെങ്കിൽ മറ്റു മനുഷ്യർക്ക് അറിയുന്ന ഒരു കാര്യമല്ല. ഉറുമ്പുകൾ സംസാരിക്കാറുണ്ടോ അല്ലെങ്കിൽ ഉറുമ്പുകൾ പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്താറുണ്ടോ എന്ന ചോദ്യത്തിന് ഇന്ന് വലിയ പ്രസക്തിയില്ല. കാരണം ഇന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഉറുമ്പുകളും പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. മറ്റു ജീവജാലങ്ങളും മനുഷ്യൻ മാത്രമല്ല സംസാരിക്കുന്നത്, മറ്റു ജീവജാലങ്ങളും സംസാരിക്കുന്നുണ്ട്, പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് എന്നാണ്. പക്ഷേ ആ കമ്മ്യൂണിക്കേഷൻ നമുക്കറിയില്ല. സുലൈമാൻ നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കേൾക്കാനും അത് മനസ്സിലാക്കുവാനുമുള്ള പ്രത്യേക കഴിവ് നൽകിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആ കഴിവ് മനസ്സിലായപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഉറുമ്പുകളുടെ സംസാരം കേട്ടപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം ഫതബസ്സമ ളാഹിഖൻ മിൻ ഖൗലിഹാ وقال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي. ഈ അതിന്റെ വാക്ക് കേട്ട് സുലൈമാൻ നബി പുഞ്ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ നാഥ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാനും നിനക്കിഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാനും നീ എനിക്ക് അവസരം നൽകണമേ, അതിനുള്ള ഉദവി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്ത് മനോഹരമായ പ്രാർത്ഥനയാണ് നോക്കുക. എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ എന്നെ നീ അനുഗ്രഹിക്കണമേ എന്നല്ല, എന്ന് മാത്രമല്ല, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ എന്നെ നീ പ്രാപ്തനാക്കണമേ. ആലോചിച്ചു നോക്ക്. കാരണം ഞാൻ ഈ ഭൂലോകത്ത് ഉണ്ടാകാൻ കാരണം എന്റെ മാതാപിതാക്കൾക്കാണ്. അപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് പടച്ചവനെ, അതിന് നന്ദി കാണിക്കാനും നീ എന്നെ അനുഗ്രഹിക്കണമേ എന്നാണ് ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത്. വൻ അഅമല സ്വാലിഹൻ തർലാ വഅദ്ഖിൽനി ബിറഹ്മതിക ഫി ഇബാദിക സ്വാലിഹീൻ. നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ എന്നെ നീ തുണയ്ക്കണമേ, നിന്റെ നല്ലവരായ അടിമകളുടെ കൂട്ടത്തിൽ എന്നെയും നീ ഉൾപ്പെടുത്തണമേ. ഇതാണ് സുലൈമാൻ നബിയുടെ പ്രാർത്ഥന. ഇത്ര വലിയ അനുഗ്രഹങ്ങൾ പടച്ചവനെ നീ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളുടെ അത് ഞാൻ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ, മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും നിന്റെ അനുഗ്രഹങ്ങളോട് നന്ദികേട് കാണിക്കുന്നവരിലാണല്ലോ ഞാൻ പെട്ടുപോവുക. അതുകൊണ്ട് പടച്ചവനെ, ഈ അനുഗ്രഹങ്ങളൊക്കെ നീ എനിക്ക് ചെയ്തതിന്, എന്റെ മാതാപിതാക്കൾക്ക് ചെയ്തതിന്, ദാവൂദ് നബിക്ക് ചെയ്തതിന്, എന്റെ ഉമ്മക്കും എന്റെ ഉപ്പക്കും ചെയ്തതിന് നന്ദി കാണിക്കാൻ, കൃതജ്ഞത കാണിക്കാനുള്ള ഒരു മനസ്സ് നീ എനിക്ക് നൽകണമേ എന്നാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത്. ഇൻഷാ അല്ലാഹ് സുലൈമാൻ നബിയുടെ മറ്റ് ചരിത്ര കഥാഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആനിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.